കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ടൗണിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. നാറ്റ്പാക് സംഘം സർവേ തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മഞ്ഞളാംകുഴി എം.എൽ.എ മുന്നോട്ടുവച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ടൗണിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി നാറ്റ്പാക് വിദഗ്ധ സംഘം പഠനം തുടങ്ങി. അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ടൗണുകളിലെ വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചാണ് സംഘം പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ മഞ്ഞളാംകുഴി എം.എൽ.എ മുന്നോട്ടുവച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അങ്ങാടിപ്പുറം ടൗൺ, തിരുമാന്താംകുന്ന് ജംഗ്ഷൻ, പെരിന്തൽമണ്ണ ടൗൺ, ജൂബിലി ജംഗ്ഷൻ, ബൈപ്പാസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സർവേ നടക്കുക. ക്യാമറ ഉപയോഗിച്ചുള്ള സർവേ, റോഡ് സൈഡ് ഇന്റർവ്യൂ സർവേ, റോഡ് ഇൻവെന്ററി സർവേ എന്നീ വിവിധ രീതികളിലാണ് വിവരശേഖരണം നടത്തുന്നത്. അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ റോഡ് സ്ട്രെച്ചിൽ അത്രയും ട്രാഫിക് കൺജഷൻ ആയിട്ട് നമ്മുടെ ഇവിടെ ഒരു ബൈപ്പാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള സ്റ്റഡി കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ മങ്കട എം.എൽ.എ അലി സാറ് പറഞ്ഞിട്ട് നമ്മളൊരു നാറ്റ്പാക് ഒരു സ്റ്റഡി ഇവിടെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഈ റോഡിലൂടെ പോകുന്ന മെജോറിറ്റി ഓഫ് വെഹിക്കിൾസ് അത് പിന്നെ ഏത് റൂട്ട് വഴിയാണ് മെയിനായിട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർ മേ ബി ചിലപ്പം വീക്ക്ലി പോകുന്നുണ്ടാവാം, പിന്നെ മന്ത്ലി ആയിരിക്കാം. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ ലോങ് റൂട്ട് വണ്ടികളൊക്കെ ഉണ്ട്. അത് മേ ബി പാലക്കാട് ടു കാലിക്കറ്റ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെഹിക്കിളിൻ്റെ കാറ്റഗറി, അതായത് എത്ര പെർസെൻറ്റേജ് മെയിനായിട്ട് ഈ റോഡിലൂടെ പോകുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെയുള്ള നോർത്തേൺ സൈഡും സൗത്തേൺ സൈഡിലുള്ള റോഡുകളിലൂടെ എത്ര വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ എന്ന് പറയും. അതായത് ഓരോ ആൾക്കാരും പിന്നെ എവിടെ നിന്ന് വരുന്നു, എവിടത്തേക്ക് പോകുന്നു, അതായത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുവഴി പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു സർവേയാണ്. അതാണ് മെയിനായിട്ട്. പാലക്കാട്, തൃശൂർ, ചെർപ്പളശ്ശേരി, നിലമ്പൂർ, മലപ്പുറം, മഞ്ചേരി, വളാഞ്ചേരി, കോട്ടക്കൽ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിപ്പെടുന്നതിനുള്ള മാർഗങ്ങളാണ് സർവേയിൽ പ്രധാനമായും പരിശോധിക്കപ്പെടുകയെന്ന് മഞ്ഞളാംകുഴി എം.എൽ.എ വ്യക്തമാക്കി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.